25 വയസ്സാകുന്നു എന്ന് പറഞ്ഞു. മലയാള സിനിമയിലെ അതൊരു അച്ചീവ്മെന്റ്. സാധാരണ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ വയസ്സ് കൂടുന്നു എന്നൊരു വിഷമിച്ചിരിക്കും. എനിക്ക് ആക്ച്വലി ഞാൻ പറയട്ടെ, ഇപ്പോഴാണ് ഞാൻ എടുത്തു പറയണേ, എനിക്ക് 25 വയസ്സായിട്ടുള്ളൂ. എന്താ അറിയോ, ബിക്കോസ് സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ചില ചേട്ടന്മാരൊക്കെ വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പിന്നെ പെട്ടെന്ന് ഭയങ്കര സങ്കടമൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു എന്താ ചേട്ടാ, അല്ല ഉണ്ണി ഇങ്ങനെ ഒരു 30 വയസ്സൊക്കെ ആയില്ലേ? ഞാൻ 30 വയസ്സോ? അല്ല ചേട്ടാ, ഞാൻ ആക്ച്വലി ഒരു 24 ഒക്കെ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എടുത്തു പറയാം, 30 ആയിട്ടില്ല, 25 കൊച്ചുകുട്ടിയാണ്. അല്ല പക്ഷെ എന്നെ കാണുമ്പോൾ ചിലർക്ക് അങ്ങനെ തോന്നി. മീൻസ് പിന്നെ മല്ലു സിംഗ് എന്ന ക്യാരക്ടർ ഭയങ്കരമായിട്ട് മെച്ചോർഡായിട്ട് തോന്നിയപ്പോൾ പക്ഷേ ഐ ആം ഹാപ്പി. ഞാൻ പറഞ്ഞു ഇപ്പൊ 25 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മള് മലയാള സിനിമയിലെ നായകന്മാരെ എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാ നായകന്മാർക്കും നല്ല കഥാപാത്രങ്ങൾ വന്നാലും അവരുടെ ഒരു സ്റ്റാർഡം അച്ചീവ് ചെയ്തതൊക്കെ അവരുടെ കല്യാണത്തിന് ശേഷമായിരിക്കും. മേ ബി ആഫ്റ്റർ 30s. ആണോന്നോ? ആണ്. അപ്പൊ 25 വയസ്സുള്ള ഒരാളോട് കല്യാണം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഗേൾ ഫ്രണ്ടിന്റെ കാര്യം ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ടാവുന്ന ഒരു സമയമായിരിക്കും ഇപ്പം. അപ്പം ഏതെങ്കിലും ആപ്ലിക്കേഷൻ സ്വീകരിച്ചോ? ഇല്ല എൻ്റെ അടുത്ത് മീൻസ് ഇപ്പൊ ഞാൻ അതിന്റെ കാര്യങ്ങൾ പറയാം. മീൻസ് പേഴ്സണലി അങ്ങനെ അധികം മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷൻ പോയി. സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ ആകുമ്പോൾ കൂടുതൽ റെസ്പോൺസ് ഈ റിക്വസ്റ്റ് ഒക്കെ പോകുന്നത് ഫേക്ക് അക്കൗണ്ട്സിലേക്ക്, എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ഒറിജിനൽ ഉണ്ണിയെ തേടി ഗേൾസിന്റെ ഫ്രണ്ട്സ് റിക്വസ്റ്റ് വരുന്നില്ല എന്നാണ് ഉണ്ണിയുടെ പരിപാടി. ഫേക്ക് ചേട്ടന്മാര് കൊണ്ടുപോവാന്നല്ലേ? അല്ല കൊണ്ടുപോകുന്നില്ല, ജസ്റ്റ് മേ ബി. പിന്നെ 25 ഞാൻ ആക്ച്വലി എൻ്റെ കരിയറിലെ ഏറ്റവും ത്രിൽഡായ ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് കുറെയൊക്കെ ഉണ്ട്, ഫ്രണ്ട്സ്, പക്ഷെ മറ്റു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പെൺപിള്ളേരെ ലൈൻ അടിച്ച് നടക്കേണ്ട പ്രായത്തിൽ ബിസിയായി പ്രൊഫഷനിൽ നല്ലൊരു സ്ഥാനത്ത് എത്തി എന്നുള്ള കാര്യത്തിൽ അതൊക്കെ ഉണ്ട്. ഞാൻ ലൈൻ അടിച്ച് നടന്നില്ല എന്നൊരു സങ്കടമൊന്നുമില്ല. ഓക്കെ, ഞാനിപ്പോ ഒരു പേരാണ് ഉണ്ണിക്ക് ഒരു ഗേൾ ഫ്രണ്ടിനെ നോക്കുകയാണ്, ഉണ്ണി അന്വേഷിച്ച് നടക്കുകയാണ്, എന്താണ് കണ്ടീഷൻ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓക്കെ അസ്യൂം ഒരു അത്യാവശ്യം ഹൈറ്റും എന്താ പറയാ വർക്കിംഗ് വുമൻ ആണെങ്കിൽ, പിന്നെ കർലി ഹെയർ, വെരി ഫെയർ, ഐസ് ആർ ബ്ലൂ, ലവ്ലി ടു. ഞാൻ ഒന്ന് പറഞ്ഞപ്പോ അതിൽ നിർത്തുമായിരിക്കും. ഇല്ല, 2 നിർത്തി, പിന്നെ 3, 4, 5 ഒരു എന്നോട് ചോദിച്ചു. ഇനിയിപ്പോ നമ്മള് എല്ലാ കാര്യങ്ങളും എന്തായാലും ഞാൻ നോക്കാന്ന് വിചാരിച്ചത് നടക്കത്തില്ല. ഏജ് വൈസ് ആയിരുന്നാലും ഹൈറ്റ് വൈസ് ആയിരുന്നാലും കേളി ഹെയർ മാത്രമേ എനിക്ക് കണ്ടീഷൻ ഉള്ളൂ. ഇപ്പൊ കുഴപ്പമില്ല, ഞാൻ ഉണ്ണിക്കുട്ടൻ അനിയനാക്കി സ്ഥാപിച്ചു. വെരി ഗുഡ്. അപ്പൊ ഉണ്ണി മല്ലു സിംഗിലെ ഒരു അടിപൊളി മല്ലു സിംഗ് ആയിട്ട് വന്നു. അത് കഴിഞ്ഞ് പാതിരാമണിലാണ് ചെയ്തത്. ഇപ്പം റോൾസ് എടുക്കുന്ന സമയത്ത് ചൂസ് ചെയ്യാവുന്നു എന്ന് പറഞ്ഞ്, കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്റ്റാറിനെ പേടിയുണ്ടായിരിക്കും. സിനിമ കമ്മിറ്റ് ചെയ്യണ സമയത്ത് നല്ലതായില്ലെങ്കിലോ, നേരത്തെ പോലെ നമുക്കൊരു ഇതുണ്ടല്ലോ, ആൾക്കാർക്കൊരു വിശ്വാസമുണ്ട് ഇനി ഉണ്ണി ചെയ്യുന്നത് അതുപോലെയുള്ള കഥാപാത്രങ്ങളായിരിക്കും, അല്ലെങ്കിൽ അതിലേറെ മികച്ച കഥാപാത്രങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പേടിയൊക്കെ വന്നു തുടങ്ങിയപ്പോ? ഇല്ല, ഞാൻ ഇതുവരെ മീൻസ് മല്ലു സിംഗ് എന്ന സിനിമ മാത്രമാണ് മീൻസ് എനിക്ക് ഷുവറായിരുന്നു ഇത് എൻ്റെ ആദ്യത്തെ. എനിക്കൊരു ആംബിയൻസ്, എൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസേഴ്സും എൻ്റെ വർക്ക് ക്രൂ മൊത്തം എനിക്ക് ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഇത് ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റാണെന്ന്. അപ്പോൾ എന്നോട് അപ്പോൾ തന്നെ പറയണ്ടായിരുന്നു ഈ സിനിമയാണ് ഉണ്ണിയുടെ കരിയറിൽ നിനക്ക് എടുത്ത് പറയാം എൻ്റെ ആദ്യത്തെ ഹിറ്റ് എന്ന് പറഞ്ഞിട്ട്. അതങ്ങനെ സംഭവിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കലും എൻ്റെ സിനിമകൾ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഇത് ബോക്സ് ഓഫീസിൽ ഭയങ്കര ഹിറ്റാവണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ പോർഷൻസ് മാത്രമേ നോക്കാറുള്ളൂ, ചെറിയൊരു കൊമേഴ്ഷ്യൽ വാല്യബിലിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ പാതിരാമണ എന്ന സിനിമ ഞാൻ ഇതുവരെ ചെയ്ത ഏറ്റവും നല്ല ക്യാരക്ടേഴ്സാണ്. ബിക്കോസ് അതിൻ്റെ എഡിറ്റിംഗ് പോർഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും നല്ല കോംപ്ലിമെന്റ് കിട്ടുന്ന ആ സിനിമ റിലീസായിട്ടില്ല. പക്ഷേ പപ്പേട്ടൻ്റെ ഒപ്പം എനിക്ക് ഇനി ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടി. അപ്പോൾ എൻ്റെ ഡയറക്ടർ ഒറീസൻ പപ്പേട്ടൻ്റെ സിനിമയാണ്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ മനോജ് ചേട്ടൻ എല്ലാവരും എന്നോടൊപ്പം ഇനിയും വർക്ക് ചെയ്യണമെന്ന് ഒരു ടോക്ക് വരുമ്പോൾ തന്നെ ഒരു ആക്ടറിന് കിട്ടുന്ന വലിയൊരു കോംപ്ലിമെൻ്റ് ആണ്. ബിക്കോസ് കൂടെ നിൽക്കുന്ന ക്രൂ, ആദ്യം കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഹാപ്പി ആവുന്നു, പിന്നെയാണ് ഓഡിയൻസ്. ബിക്കോസ് ഇത് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോംപ്ലിമെൻ്റ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ സിനിമകൾ സെലക്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് നോക്കാറുണ്ട്. മീൻസ് എൻ്റെ പ്ലസ് പോയിന്റ് എവിടെയാണെന്ന് എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യും, മൈനസസ് എവിടെയാണ്, ഏത് സിനിമകൾ. അപ്പോൾ അധികം തോട്ട് കൊടുക്കാണ്ട് ചില സിനിമകൾ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ടച്ച് വുഡ് എനിക്ക് വരുന്ന എല്ലാ സിനിമകളും ഭയങ്കര
നല്ല സിനിമയാണ്, നല്ല അതിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നത് ഈ സിനിമ പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർക്കും ഉണ്ണിയോടൊപ്പം ഒരു നല്ല സിനിമ ചെയ്യണമെന്ന ഒരു സംഭവമുണ്ട്, വിച്ച് ഈസ് ഗുഡ്. പ്ലസ് പോയിന്റ്സിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ നായകന്മാർക്ക് ഒരു പഞ്ചവും ഇല്ലാത്ത കാലമാണ്. സിനിമയിൽ ഇഷ്ടംപോലെ നായകന്മാരുണ്ട്. സോ ഉണ്ണി മുകുന്ദനും അക്കൂട്ടത്തിലൊരു നായകനാണ്. പക്ഷെ അവർ നിന്ന് ഉണ്ണിയെ വ്യത്യസ്തനാക്കുന്നത്, ഉണ്ണിയുടെ ആ പ്ലസ് പോയിന്റ്സ് എന്താണ്? പറയൂ, സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന അവസരമാണത്. മേ ബി ഞാനിപ്പോൾ 6 സിനിമ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ 6 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. മീൻസ് ഒരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്, ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്, ഒരു വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഹീറോ ആയിട്ടുണ്ട്, മീൻസ് പിന്നെ സോളോ ഹീറോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഐ ഗസ് ചെറിയൊരു എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി അതൊക്കെ ആവും. പിന്നെ അതൊക്കെ തന്നെ ആവും മേ ബി. പിന്നെ എൻ്റെ സിനിമകൾ അത്ര കൊമേഴ്ഷ്യലി ഭയങ്കരമായിട്ട് കുറേ സിനിമകൾ ചെയ്തിട്ട് ഇപ്പോൾ ആകെ ഒരു മല്ലു സിംഗ് ആണ്, മീൻസ് ഒരു മേജർ കൊമേഴ്ഷ്യൽ ഹിറ്റ്. അതിനൊപ്പം തത്സമയം ചെയ്തു, അത് അത്യാവശ്യം ഓടിയ സിനിമയായിരുന്നു, വെറൈറ്റി ആവറേജ് ഹിറ്റായിരുന്നു. സോ അങ്ങനെ ഹോപ്പ്ഫുള്ളി ഇനിയപ്പം ചെയ്യാൻ പോകുന്ന സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഒരു പ്ലസ് പോയിന്റ്. മേ ബി എനിക്ക് അങ്ങനത്തെ തോന്നി. ബിക്കോസ് പാതിരാമൾ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നാടൻ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന റോൾസ് ബേസിക്കലി പാതിരാമൾ ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്. എനിക്ക് എൻ്റെ ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി മെച്ചോർഡായ ക്യാരക്ടേഴ്സും, എൻ്റെ ഫിസിക്കാലിറ്റി അങ്ങനെ ആയതുകൊണ്ട് 28-30 വയസ്സുള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ എനിക്കും പേഴ്സണലി അത് ഇഷ്ടമാണ്. ബിക്കോസ് കുറച്ചും കൂടി മെച്ചോറിറ്റി വരുമ്പോൾ ഞാൻ അഭിനയിച്ചില്ലെങ്കിലും മെച്ചോറിറ്റി തോന്നും. കുഴപ്പമില്ല. ഞാൻ പേഴ്സണലി ഇങ്ങനെയൊക്കെയാണ്. ബിക്കോസ് മല്ലു സിംഗ് കഴിഞ്ഞിട്ട് ചില ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ സംസാരിക്കാൻ പോലും ഇത്തിരി പേടിയായിരുന്നു. ബിക്കോസ് ആ ക്യാരക്ടറിൻ്റെ അത്. അപ്പോൾ ഞാൻ പക്ഷേ പോയിട്ട് സംസാരിക്കാൻ ഒരു ഇത്രേ ഉള്ളൂല്ലേ. അപ്പോൾ ഈവൻ ഷൂട്ടിംഗ് സമയത്തും ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചിരിക്കും. അപ്പോൾ എൻ്റെ വൈശാഖടൻ പറഞ്ഞു, ഇങ്ങനെ ചിരിക്കല്ലേ, മല്ലു സിംഗ് ചിരിക്കാറില്ല അവൻ്റെ. അപ്പോൾ ഓരോ ഷോട്ട് ഞാൻ മാറി പോയിട്ടൊക്കെ ചിരിക്കുക. അപ്പോൾ ആ സമയത്ത് ചിരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചീത്തയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഷോട്ടിൽ പോലും ഞാൻ ജസ്റ്റ് പിടിച്ചിട്ട് ചിരിച്ചുകൊണ്ട് പിടിച്ചപ്പോൾ ഭയങ്കര ചീത്ത കേട്ടോ. ഞാൻ സംഭവം സീരിയസ് ആണ്. ചിരി ഒതുക്കേണ്ടി വന്നല്ലേ? ചെറിയ ഒതുക്കിയില്ല, ചീത്ത കിട്ടി ഭയങ്കര. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിക്കുട്ടൻ. ഞാൻ ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്നത് വേണമെന്നില്ല, വെറുതെ തമാശക്ക് പറഞ്ഞാണ്. അപ്പം ഉണ്ണി ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രം, ഒരുപാട് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഓരോ ആർട്ടിസ്റ്റിൻ്റെ ഉള്ളിലും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ചില സിനിമകൾ നമ്മൾ കണ്ട് ശീലിച്ച, നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന നടന്മാർ ചെയ്ത പോലത്തെ കഥാപാത്രങ്ങളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ വ്യത്യസ്തമായ അവരൊന്നും ചെയ്യാത്ത തരത്തിലുള്ള കഥാപാത്രങ്ങളായിരിക്കാം. ഉണ്ണിക്ക് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ എന്താണ്? എനിക്ക് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഒരു ഇതില്ല. മീൻസ് ഇന്ന സിനിമ ടച്ചുകൂടി ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് ഞാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളുടെ ഒരു വൈസാണ്. മീൻസ് ഇപ്പോൾ ഒറീസ എന്ന സിനിമ ഫോർ എക്സാമ്പിൾ, അത് ഭയങ്കര ഡാർക്ക് സബ്ജക്റ്റുമാണ്, അറ്റ് ദ സെയിം ടൈം ഒരു നല്ലൊരു ലവ് സ്റ്റോറിയാണ്. അപ്പോൾ എനിക്ക് ഇതുവരെ ഒരു പക്ക ലവ് സ്റ്റോറി കിട്ടിയില്ലെങ്കിലും ദിസ് ടൈപ്പ് ഓഫ് ഒരു സീരിയസ് ബാക്ക് ഡ്രോപ്പിൽ നടക്കുന്ന ഒരു ക്യൂട്ടായ ലവ് സ്റ്റോറിയാണ് ഇപ്പോൾ നമ്മൾ ഒറീസ എന്ന സിനിമയിൽ. അപ്പോൾ മേ ബി പിന്നെ പഴയ നല്ല സിനിമകൾ മേ ബി കിട്ടുകയാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സംതിങ് വെരി സ്ട്രോങ്. എനിക്ക് സത്യം പറയാൻ എനിക്ക് ആക്ഷൻ ചെയ്യുന്ന ആക്ടേഴ്സിനോട് ഒരു അല്പം ബയസ്ഡ് ആണ് ഞാൻ. ഇപ്പോൾ ലാലേട്ടനായാലും മമ്മൂക്കയായാലും പൃഥ്വിരാജ്, മീൻസ് ആക്ഷനൊക്കെ അവർ ചെയ്ത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ കണ്ട സിനിമകളും അങ്ങനെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് മാച്ചോ ഇമേജുള്ള ക്യാരക്ടേഴ്സ്, അറ്റ് ദ സെയിം ടൈം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രണയം ഓൺ സ്ക്രീൻ ഇറ്റ്സ് ലൈക്ക് ഒരു സല്ലാപം, ഒരു ഈ പണി കാണുമ്പോൾ ക്യൂട്ടായിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ ഈ എന്താ ഇത് ഏത് ജനറേഷനാ? ഓ ന്യൂ ജനറേഷൻ. സോറി, ന്യൂ ജനറേഷൻസിൽ അതിൽ വർക്കൗട്ട് ആവുന്ന എനിക്കറിയില്ല. ബട്ട് എൻ്റെ ഇഷ്ടങ്ങൾ അങ്ങനെയാണ്. ന്യൂ ജനറേഷൻ സിനിമ ഇപ്പം നമ്മൾ ഭയങ്കര ചർച്ചയായിട്ട് എല്ലാ ഇന്റർവ്യൂസിലായിരുന്നാലും എവിടെയായിരുന്നാലും ഇപ്പോൾ ന്യൂസിലായിരുന്നാലും പുതിയ സിനിമകളെ പറ്റി പറയുമ്പോൾ ന്യൂ ജനറേഷൻ സിനിമകൾ വ്യത്യസ്തമാകുന്നു, ഭയങ്കര ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയപ്പെടുന്നു. എന്താണ് ഈ ന്യൂ ജനറേഷൻ? എനിക്ക് തോന്നുന്നു ഒരു റെസ്ട്രിക്റ്റഡ് സൊസൈറ്റിയാണ് ന്യൂ ജനറേഷൻ ബേസിക്കലി. ബിക്കോസ് ഞാൻ അങ്ങനത്തെ ഒരു സെഗ്മെൻറ്റ് ഓഫ് സൊസൈറ്റി ഉണ്ട്, പക്ഷെ അത് റെസ്ട്രിക്റ്റഡ് ആണ്, എല്ലാവരും അങ്ങനെയല്ല.